ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു ചെറിയ ഫോമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ട ചക്കവറ്റൽ. അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ചക്കവറ്റൽ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 5 കപ്പോളം ചക്കയാണ് ക്ലീൻ ചെയ്ത് അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ് നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കളർ കുറവാണെങ്കിൽ ഇടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു ബൗൾ എടുത്ത് വെക്കുക. അതിലോട്ട് 2 ടീസ്പൂണോളം ഉപ്പ് ഇതിലോട്ടിട്ട് നല്ലതുപോലെ കലക്കി വെക്കുക. അതായത് ഉപ്പ് വെള്ളം തളിച്ചാണ് കൊടുക്കുന്നത് ഈ ചക്കവറ്റലിന്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. എങ്ങനെയാണ് ഇനി ബാക്കി ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു ഇരുമ്പ് ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടാവണം. ചൂടായതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാൻ കുറേശ്ശെ ഓയിൽ ഒഴിച്ചാണ് ഞാൻ വറുത്തെടുക്കുന്നത്. തോനെ ഓയിൽ ഒഴിച്ച് തോനെ ചക്ക ഇടുന്നില്ല. ഞാൻ കുറച്ച് വീതമായിട്ടാണ് വറുത്തെടുക്കണം. എന്നാലേ നല്ല വേഗം വറുത്തും കിട്ടുള്ളൂ, ക്രിസ്പി ആയിരിക്കുകയുള്ളൂ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ല ചൂടായ എണ്ണയിലോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നല്ലതുപോലെ മുരിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ചക്കയ്ക്ക് കളർ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീതം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കളർ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ചക്കകൾക്ക് കളർ കുറവായിരിക്കും. അതായത് ഓരോ പ്രാവശ്യം വറുത്തെടുക്കുമ്പോഴും നിങ്ങൾ കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കുട്ടികളൊക്കെ സ്കൂളടച്ച് വീട്ടിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്കിതൊക്കെ വീട്ടിൽ തയ്യാറാക്കിയാൽ അവർ ആവശ്യാനുസരണം കഴിക്കും. പുറത്തുനിന്ന് നമുക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. ചക്ക ക്ലീൻ ചെയ്യുന്നതിൻ്റെ പാട് മാത്രമേ ഉള്ളൂ. വറ്റലാക്കി വെച്ചിരുന്നാൽ ഇത് നമുക്ക് ടിന്നിലൊക്കെ ആക്കി വെച്ചിരുന്നാൽ കുറേ നാൾ ഉപയോഗിക്കാം. ഉപ്പ് വെള്ളം തളിക്കാൻ വേണ്ടി സമയമായിട്ടുണ്ട്. അതായത് ഇതുപോലെ ബബിള് പോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ചക്കയൊക്കെ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഉപ്പ് വെള്ളം ഞാൻ 1.5-2 ടീസ്പൂൺ അടുപ്പിച്ചാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് ചക്ക ഇതിലിട്ട് വറുത്തെടുത്തത്. അപ്പോൾ ഇത് നല്ലതുപോലെ ആവശ്യമാണ്. ഉപ്പ് വെള്ളം ഇടുമ്പോൾ നമുക്ക് ഇതിലോട്ട് എണ്ണയിലോട്ട് കിടന്ന് ഇതുപോലെ പൊട്ടിത്തെറിക്കും. സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. ഈ ചക്കയിലോട്ട് ഉപ്പ് നല്ലതുപോലെ പിടിച്ച് കുറച്ച് സമയം കൂടെ ഇതിൽ കിടന്നെന്ന് മതിയട്ടെ. നമ്മുടെ ചക്കവറ്റൽ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനിവിടെ ഒരു അരിപ്പിലോട്ട് ഇത് എണ്ണ തോരാൻ വേണ്ടി ഇതിലോട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ബാക്കിയും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ചക്കവറ്റൽ തയ്യാറാക്കി ഞാൻ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.